സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവി ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് 2.5 മാസമായി. ഇതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന നടപടികൾ പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാർ ശുപാർശ ചെയ്ത KG സനൽകുമാറിന്റെ നിയമനം ഗവർണർ മരവിപ്പിച്ചതിൽ PD സതീശൻ സർക്കാരും തുടർ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. കമ്മീഷണറായിരുന്ന ഷാജഹാൻ മാർച്ച് 30-ന് വിരമിച്ചതിന് ശേഷം പുതിയ നിയമനം നടന്നിട്ടില്ല. LDF സർക്കാരിന്റെ അവസാന സമയത്ത് KG സനൽകുമാറിന്റെ പേര് കമ്മീഷണർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഗവർണർ തടസ്സം നിന്നു. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പരാതിയെ തുടർന്ന് ഹൈക്കോടതി സമ്മതപത്രം ആവശ്യപ്പെട്ട ഗവർണർ നിയമനാംഗീകാരം മരവിപ്പിക്കുകയായിരുന്നു. UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ടും കമ്മീഷണർ സ്ഥാനത്തേക്ക് പുതിയ പേരുകളൊന്നും നിർദ്ദേശിച്ചിട്ടില്ല. നിലവിൽ കമ്മീഷൻ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഓഫീസിൽ ദൈനംദിന ഓഫീസ് പ്രവർത്തനങ്ങൾ മാത്രമാണ് മുന്നോട്ടു പോകുന്നത്. 20ഓളം വാർഡുകളിലാണ് ജനപ്രതിനിധികളുടെ ഒഴിവുള്ളത്. ഇതിൽ നേരത്തെ തദ്ദേശ ജനപ്രതിനിധികളായ പുതിയ 7 MLA-മാരും ഉൾപ്പെടും. ഒരു വാർഡിൽ ജനപ്രതിനിധിയുടെ ഒഴിവ് വന്നാൽ 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് നിയമം. പുതിയ കമ്മീഷണർ ചുമതലയേറ്റ് വോട്ടർ പട്ടിക പുതുക്കൽ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് സാധ്യമാകുകയുള്ളൂ. ഇതിനായി ചുരുങ്ങിയത് 3 മാസമെങ്കിലും ഇനിയും സമയമെടുക്കും. തെരഞ്ഞെടുപ്പ് കൂടാതെ കമ്മീഷന്റെ മറ്റ് സുപ്രധാന തീരുമാനങ്ങളും നിലച്ചിരിക്കുകയാണ്. തലശ്ശേരി പയ്യന്നൂർ നഗരസഭയിൽ ക്രിമിനൽ കേസിൽ പ്രതികളായ 2 പേരെ ഇതുവരെ അയോഗ്യരാക്കിയിട്ടില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനു ശേഷം നിയമപ്രകാരമുള്ള ചെലവ് കണക്കുകൾ സമർപ്പിക്കാത്ത ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികളെ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യരാക്കേണ്ടതുണ്ട്. ഇവരുടെ അയോഗ്യതാ ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. സഫ്വാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.